ഫോക്കസ് അക്കാദമിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. ആദ്യം എന്താണ് ഡാറ്റ എന്നറിയണം. ഡാറ്റ എന്ന് പറയുന്നത് സംഖ്യാപരമായ വസ്തുതകളാണ്. ന്യൂമറിക്കൽ ഫാക്ട്സ് അണ്ടർ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. ഇതാണ് ഡാറ്റ. ഇനി നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് കളക്ഷനെ കുറിച്ചാണ്. എന്താണ് കളക്ഷൻ എന്ന് പറയണം. കളക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പാണ്. ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എനി സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. ഏതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിക്കും ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുക, അതുതന്നെയാണ് കളക്ഷൻ. ഡാറ്റ രണ്ട് ടൈപ്പ് ഡാറ്റയുണ്ട്. പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. അന്വേഷകൻ ആദ്യമായിട്ട് കണ്ടെത്തുന്ന ഡാറ്റ വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് അതേഴ്സ്, അതാണ് പ്രൈമറി ഡാറ്റ, ആദ്യമായിട്ട് കണ്ടെത്തുന്ന ഡാറ്റ. സെക്കൻഡറി ഡാറ്റ ആണെങ്കിൽ മറ്റാരെങ്കിലും ശേഖരിച്ച കാര്യങ്ങൾ പിന്നീട് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് എടുത്ത് ഉപയോഗിക്കുന്നതിനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. പ്രൈമറി ഡാറ്റൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് പറയാൻ പോണത്. കളക്റ്റഡ് ഫോർ ദി ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് കളക്ട് ചെയ്ത ഡാറ്റ ആയിരിക്കും. ഒറിജിനൽ ഇൻ ക്യാരക്ടർ, അതുകൊണ്ട് തന്നെ അത് ഒറിജിനൽ ആയിരിക്കും. നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തുന്നതായതുകൊണ്ട് ഒറിജിനൽ ആയിരിക്കും. ഇറ്റ് ഈസ് ഡയറക്ട്ലി കളക്റ്റഡ് ബൈ ദി റിസർച്ചർ ഫോർ ഹിസ് സ്റ്റഡീസ്. റിസർച്ചറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഡയറക്റ്റ്ലി കളക്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും പ്രൈമറി ഡാറ്റ. സോ ഇറ്റ് ഈസ് മോർ റിലയബിൾ, അതുകൊണ്ട് തന്നെ ഇത് വിശ്വസനീയമായിരിക്കും, വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. അക്യുറേറ്റ്, കൃത്യതയാർന്നതുമായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് എക്സ്പെൻസീവ്, കുറച്ച് സമയമെടുക്കും, ചിലവേറിയതായിരിക്കും. ഓരോന്നും കണ്ടുപിടിച്ച് എടുക്കുന്നത് കൊണ്ട് തന്നെ ചിലവേറിയതുമായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ. നമ്മൾ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആൻസർ ചെയ്യുന്നു. അത് പ്രൈമറി ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ടെലിഫോൺ കോൺവെർസേഷൻ, ടെലിഫോണിലൂടെ സംസാരിച്ച് കാര്യങ്ങൾ അറിയുന്നു. ക്വസ്റ്റ്യനെയർ, ചോദ്യോത്തര വേളയിലൂടെ കിട്ടുന്ന ഡാറ്റ, ഇതൊക്കെ പ്രൈമറി ഡാറ്റയാണ്. ഇനി സെക്കൻഡറി ഡാറ്റയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡാറ്റ വിച്ച് ഹാവ് ഓൾറെഡി കളക്റ്റഡ് ബൈ സം വൺ എൽസ് ഫോർ സം അതർ പർപ്പസ്. മറ്റാരോ അവരുടെ ആവശ്യത്തിന് വേണ്ടി കളക്ട് ചെയ്ത ഡാറ്റയാണ് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അത് സിമ്പിളാണ്, ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. നമുക്ക് ടൈം ആവശ്യമില്ല, ടൈം കൺസ്യൂം ആയിരിക്കില്ല, ചിലവും ലെസ് എക്സ്പെൻസീവ്, ഒരു ചിലവും ഇല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പബ്ലിഷ്ഡ് സോഴ്സസ്, എല്ലാ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും അവരുടേതായ റിപ്പോർട്ട് വർഷം അല്ലെങ്കിൽ ഓരോ ടൈമിൽ അവർ റിപ്പോർട്ട് പുറത്തിറക്കാറുണ്ട്. അതൊക്കെ പബ്ലിഷ്ഡ് സോഴ്സസ് ആണ്. അതൊക്കെ സെക്കൻഡറി ഡാറ്റയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും മാഗസീൻസ്, ഇതൊക്കെ സെക്കൻഡറി ഡാറ്റയായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും യൂണിവേഴ്സിറ്റീസൊക്കെ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറച്ച് സോഴ്സസ് ഉണ്ടാവും. അവർ ഗവേഷണങ്ങളൊക്കെ കണ്ടെത്തി അവരുടെ യൂണിവേഴ്സിറ്റിയിലും ഇൻസ്റ്റിറ്റ്യൂഷനിലും വെച്ചിട്ടുണ്ടാവും. അവരത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ അവരെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ സെക്കൻഡറി ഡാറ്റയിൽ പെടുത്താവുന്നതാണ്. മറ്റാരോ ശേഖരിച്ച് വെച്ച കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഉപയോഗിക്കുന്നതിനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ടേം നമുക്ക് അറിഞ്ഞിരിക്കും. പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനെയറിന് മുമ്പ് നമ്മൾ എന്തൊക്കെ അവർ ഉത്തരങ്ങൾ തരും എന്നൊരു പ്രീ പ്ലാനിങ് അല്ലെങ്കിൽ ഒരു പ്രീ ടെസ്റ്റിംഗ് ആണ് പൈലറ്റ് സർവേ. പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദി ക്വസ്റ്റ്യനെയറിനെയാണ് നമ്മൾ പൈലറ്റ് സർവേ. മുൻകൂട്ടി നമ്മൾ കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും അവർ പറയുക എന്ന് മുൻകൂട്ടി ഒരു പ്ലാൻ ചെയ്യുന്നതിനെയാണ് പൈലറ്റ് സർവേ എന്ന് പറയുക. ഇനി നമ്മൾ കളക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ്, കളക്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. എന്താണ്? വർഗീകരിക്കണം, തരംതിരിച്ച് വയ്ക്കണം. അതാണ് ക്ലാസിഫിക്കേഷൻ. പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് കളക്റ്റഡ് ഡാറ്റ ഈസ് കോൾഡ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ 4 ടൈപ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ഓഫ് 4 ടൈപ്സ്. ഫസ്റ്റ് വൺ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, സെക്കൻഡ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, തേർഡ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഫോർത്ത് വൺ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. 4 ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റത്തെ നമുക്ക് പറയാം ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്രോണോളജി എന്താണ്? ക്രോണോളജി സമയത്തെക്കുറിച്ചുള്ള പഠനമാണല്ലോ ക്രോണോളജി. അപ്പോൾ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അത് കാലാതീതം, നമ്മളൊരു ടൈമിനനുസരിച്ച് അതിനെ വർഗീകരിക്കുക. ടൈമിൻ്റെ ബേസിസിൽ വർഗീകരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഡേയ്സ് ആവാം, മന്ത്സ് ആവാം, ഇയേഴ്സ് ആവാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വർഗീകരിക്കുന്നതിനാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയാണ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇതെന്താണ്? ജിയോഗ്രഫിക്ക് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുക. സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, ഇപ്പോൾ നമ്മുടെ പ്രദേശങ്ങളെ തന്നെ താലൂക്കായിട്ടും ഡിസ്ട്രിക്റ്റായിട്ടും വില്ലേജസൊക്കെ ആയിട്ട് തരംതിരിക്കാറുണ്ട്. ഇതന്നെയാണ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ.
മൂന്നാമത്തേതാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അതായത് നമുക്ക് അളക്കാൻ കഴിയാത്ത ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ച് വർഗീകരിക്കുക. അളക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ ഗുണാത്മകമായ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ സെക്സ്, ലിറ്ററസി, ഇൻ്റലിജൻസ്, ബ്യൂട്ടി, ഇതിനൊന്നും നമുക്ക് അളക്കാൻ കഴിയില്ല. അങ്ങനെ അളക്കാൻ കഴിയാത്ത ആട്രിബ്യൂട്ട്സിനെ വർഗീകരിക്കുന്നതിനാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ക്വാണ്ടിറ്റി, പേര് പോലെ തന്നെ സംഖ്യാപരമായ വസ്തുതകൾ. നമ്പേഴ്സ്, ന്യൂമറിക്കൽ നമ്പേഴ്സിനെ ഹൈറ്റ്, ഇൻകം, വെയ്റ്റ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യില്ല. അതൊക്കെ ഒരു നമ്പേഴ്സാണ്, ന്യൂമറിക്കൽ നമ്പേഴ്സാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നതിന് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നു. ഇനി ജസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം, എല്ലാവരുടെയും പറയുന്നതാണ് വേരിയബിൾ. എന്താണ് വേരിയബിൾ? വേരിയബിൾ എക്സ് ഒരു വേരിയബിൾ, വൈ ഒരു വേരിയബിൾ. എന്താണ് വേരിയബിൾ? എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചേഞ്ചബിൾ ആണ്, മാറ്റവിധേയമായിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് വേരിയബിൾ. വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന് ഏത് വാല്യൂ, എന്ത് ചേഞ്ച് വേണമെങ്കിലും സംഭവിക്കാം. അതിനെ വേരിയബിൾ, എക്സ്, വൈ, നമ്മൾ ചരം ഉപയോഗിച്ച് എഴുതുന്നതിനെയൊക്കെ വേരിയബിൾ എന്നാണ് പറയുക. വേരിയബിൾ 2 ടൈപ്പ് ഉണ്ട്, ഡിസ്ക്രീറ്റ് വേരിയബിളും കണ്ടിന്യൂസ് വേരിയബിളും. എന്താണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് നോക്കാം. വേരിയബിൾസ് വിച്ച് റെപ്രസെൻറ്റ്സ് ഡെഫിനിറ്റ് വാല്യൂസ് വിച്ച് കനോട്ട് ബി ഡിവൈഡഡ്. വിഭജിക്കാൻ കഴിയാത്തതിനെയാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിരിക്കും, ഒരു 2 ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ അതിന് വാല്യൂസ് ഉണ്ടാവും. ദ വേരിയബിൾ വിച്ച് ഹാവ് വാല്യൂസ് ഇൻ ബിറ്റ്വീൻ 2 ഇൻ്റർവെൽസ്, 2 ഇൻ്റർവെൽസിൻ്റെ ഇടയിലായിരിക്കും കണ്ടിന്യൂസ് വേരിയബിൾസിന് വാല്യൂസ് വരിക. ഇനി ക്ലാസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ക്ലാസ് നോക്കാം. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ഗ്രൂപ്പ് ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഒരു ക്ലാസ്, അതിനൊരു ലോവർ ലിമിറ്റും ഉണ്ടാവും, ഒരു അപ്പർ ലിമിറ്റും ഉണ്ടാവും. അതാണ് ക്ലാസ്. 2 ലിമിറ്റുകൾക്കിടയിൽ വരുന്ന മാഗ്നിറ്റ്യൂഡ്, അളവിനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് ഒരു ക്ലാസ്സിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിൽ ആഡ് ചെയ്ത് 2 കൊണ്ട് ഹരിച്ച് നമുക്ക് മിഡ് പോയിൻ്റ് കിട്ടും. അതാണ് ഒരു ക്ലാസ്സിൻ്റെ മിഡ് പോയിൻ്റ്. പല ക്വസ്റ്റ്യൻസിൽ നമുക്ക് മിഡ് പോയിൻ്റ് ഒക്കെ കണ്ട് പ്രോബ്ലം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇനി ക്ലാസ് ഇൻ്റർവെൽ. എന്താണ് ക്ലാസ് ഇൻ്റർവെൽ? ആ ഡിഫറൻസ്, അപ്പർ ലിമിറ്റിൻ്റെയും ലോവർ ലിമിറ്റിൻ്റെയും ഡിഫറൻസാണ് ക്ലാസ് ഇൻ്റർവെൽ. ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. ഇനി ഇൻക്ലൂസീവ് ക്ലാസ്സും ഉണ്ട്, എക്സ്ക്ലൂസീവ് ക്ലാസ്സും ഉണ്ട്. അതൊന്നുമില്ല, പേര് പോലെ തന്നെയാണ്. ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആ ക്ലാസ്സിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി സെയിം ക്ലാസ്. എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ബോത്ത് ലിമിറ്റ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ്, 2 ലിമിറ്റും ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. ഇനി ഫ്രീക്വൻസി. എന്താണ് ഫ്രീക്വൻസി? നമ്പർ ഓഫ് ടൈംസ് ദ ഗിവൺ വാല്യൂ ഈസ് അപ്പിയേഴ്സ്. എത്ര തവണ ആ വാല്യൂസ് വരുന്നുണ്ട്, അതാണ് ഫ്രീക്വൻസി. ഇനി ജസ്റ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും അറിഞ്ഞിരിക്കണം. എന്താണ്? ഓൺ ഗ്രൂപ്പിംഗ് ഡാറ്റ ഇൻ ടു ഓർഡേർഡ് ക്ലാസ് ആൻഡ് ഡിറ്റർമിനിങ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻ ഈച്ച് ഓഫ് ദി ചാൻസ് വി ഫോം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതൊരു പ്രോബ്ലത്തിനനുസരിച്ചാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഈ കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ ടാബുലേറ്റ് ചെയ്യണം. ടാബുലേഷൻ എന്നുള്ളൊരു അടുത്ത പ്രോസസ്സാണ്. ടാബുലേഷൻ എന്താണത്? ടേബിൾ ആക്കുക. പ്രോസസ് ഓഫ് സമ്മറൈസിങ് ക്ലാസിഫൈഡ് ഓർ ഗ്രൂപ്പ്ഡ് ഡാറ്റ ഇൻ ദ ഫോം ഓഫ് എ ടേബിൾ. ഒരു ടേബിളിൻ്റെ ഫോമിൽ നമ്മൾ ഡാറ്റയെ ക്രമീകരിക്കുന്നതിനാണ് ടാബുലേഷൻ എന്ന് പറയുക. എ ടേബിൾ ഈസ് എ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ക്ലാസിഫൈഡ് ഡാറ്റ ഇൻ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ആദ്യം കളക്ട് ചെയ്തു, ഡാറ്റ ക്ലാസിഫൈ ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് പ്രസൻറ്റേഷൻ. കളക്ഷനും ക്ലാസിഫിക്കേഷനും കഴിഞ്ഞാൽ ഇനി നമുക്ക് എല്ലാവർക്കും അത് കൺവേ ചെയ്യുന്നത് ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യണം. ആഫ്റ്റർ ദി കളക്ഷൻ ക്ലാസിഫിക്കേഷൻ ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു ബി പ്രസൻറ്റഡ് ഇൻ എ മീനിങ്ഫുൾ ആൻഡ് ഈസിലി അണ്ടർസ്റ്റുഡ് മാനർ. പ്രസൻറ്റേഷൻ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. 3 രീതിയിലുള്ള പ്രസൻറ്റേഷൻ ഉണ്ട്. ടെക്സ്ച്വൽ പ്രസൻറ്റേഷൻ, ടാബുലാർ പ്രസൻറ്റേഷൻ, ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ. ഡാറ്റയുടെ സൈസ് വളരെ കുറവാണെങ്കിൽ മാത്രം നമുക്ക് ടെക്സ്ച്വൽ പ്രസൻറ്റേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ജസ്റ്റ് എഴുതി തയ്യാറാക്കുന്ന പ്രസൻറ്റേഷൻ, അത്രേ ഉള്ളൂ. അത് ഡാറ്റയുടെ സൈസ് വളരെ കുറവാണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി ടാബുലാർ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ വരികളായോ നിരകളായോ അവതരിപ്പിക്കുന്ന രീതി. നമ്മൾ നേരത്തെ പറഞ്ഞു ടാബുലേഷൻ തന്നെയാണ് ടാബുലാർ പ്രസൻറ്റേഷൻ. മൂന്നാമത്തേതാണ് ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ. പേര് പോലെ തന്നെ ഡയഗ്രം ഉപയോഗിച്ച് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ.
ഇനി ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷനാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. മോർ എഫക്റ്റീവ് വേ ഓഫ് കൺവേയിങ് ഐഡിയ ഓഫ് ദി പാറ്റേൺ ഓഫ് ഡാറ്റ വളരെ എഫക്റ്റീവായിട്ട് മറ്റുള്ളവരിൽ എത്തിക്കുന്ന രീതിയാണ് ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ, ഡയഗ്രം ഉപയോഗിച്ച്. അത് തന്നെ 4 ടൈപ്സ് ഉണ്ട്. ഡയഗ്രംസ് തന്നെ 4 ടൈപ്സ് ഉണ്ട്. 1 ഡയമെൻഷണൽ ഡയഗ്രംസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാർ ഡയഗ്രം, ലൈൻ ഡയഗ്രം, അതൊക്കെ 1 ഡയമെൻഷണൽ ഡയഗ്രംസ് ആണ്. ഇനി 2 ഡയമെൻഷണൽ ഡയഗ്രംസിന് എക്സാമ്പിളാണ് പൈ ഡയഗ്രം. പിന്നെ പിക്ടോഗ്രാംസ്. എന്താണ് പിക്ടോഗ്രാം? ഡാറ്റ ഈസ് റെപ്രസെൻറ്റഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് പിക്ചേഴ്സ്, അതാണ് പിക്ടോഗ്രാംസ്. പിന്നെ കാർട്ടോഗ്രാംസ്. എന്താണ് കാർട്ടോഗ്രഫി? മേക്കിംഗ് ഓഫ് മാപ്സ് ആണ് കാർട്ടോഗ്രഫി. മാപ്പ് തയ്യാറാക്കലാണ് കാർട്ടോഗ്രഫി. അപ്പോൾ കാർട്ടോഗ്രാംസ് എന്താണ്? മാപ്പ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി, റെപ്രസെൻറ്റേഷൻ ഓഫ് കളക്റ്റഡ് ഡാറ്റ യൂസിങ് മാപ്സ്, അതാണ് കാർട്ടോഗ്രാംസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബാർ ഡയഗ്രാംസ് ആണ്. ബാർ ഡയഗ്രാംസിനെ കുറിച്ച് നമുക്ക് അറിയണം. എന്താണ് ബാർ ഡയഗ്രാം? തുല്യ അകലവും വീതിയും ഉള്ള ദീർഘചതുരങ്ങളുടെ കൂട്ടമാണ് ബാർ ഡയഗ്രാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഈക്വൽ സ്പേസ്ഡ് റെക്ടാങ്കുലർ ഡയഗ്രാംസ് ഈച്ച് ഓഫ് ഈക്വൽ വിഡ്ത്ത്. ദ റെക്ടാങ്കിൾ സ്റ്റാർട്ട് ഫ്രം എ കോമൺ ബേസ്. ഒരു കോമൺ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈക്വൽ സ്പേസ്ഡ് ആയിട്ടുള്ള കുറേ റെക്ടാങ്കിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാർ ഡയഗ്രാം വരയ്ക്കുന്നത്. ആൻഡ് ദെയർ ലെങ്ത്സ് ആർ പ്രൊപ്പോർഷണൽ ടു ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയ്ക്ക് അനുസരിച്ച് നമ്മളതിൻ്റെ ലെങ്ത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നു. ബാർ ഡയഗ്രം തന്നെ 3 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ, മൾട്ടിപ്പിൾ, കമ്പോണൻറ്റ്. സിമ്പിൾ ബാർ ഡയഗ്രം എന്താണ്? ഒരു വേരിയബിൾ മാത്രം ഉപയോഗിച്ച് വരയ്ക്കുന്ന ബാർ ഡയഗ്രമാണ് സിമ്പിൾ ബാർ ഡയഗ്രം. സെക്കൻഡ്, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം. 2 അതിലധികമോ വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുന്ന ബാർ ഡയഗ്രം മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം. കമ്പോണൻറ്റ് ബാർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഡാറ്റകളെ മൊത്തമായോ ഉപവിഭാഗമായോ കാണിച്ച് വരയ്ക്കുന്ന ബാർ ഡയഗ്രമാണ് കമ്പോണൻറ്റ് ബാർ ഡയഗ്രം. ഇതാണ് ബാർ ഡയഗ്രത്തിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്കറിയാം എന്താണ് പൈ ഡയഗ്രം എന്നും കൂടി അറിഞ്ഞിരിക്കണം. ഡാറ്റകൾക്കനുസരിച്ച് ഒരു വൃത്തത്തെ, ഒരു സർക്കിളിനെ ഉപവിഭാഗമായി വരയ്ക്കുന്നതിനാണ് പൈ ഡയഗ്രം. ഇറ്റ് ഈസ് എ സർക്കുലർ ഡയഗ്രം whose areas is divided proportionately into different sectors by straight lines drawing from the center to the circumference of the circle. സർക്കിളിൻ്റെ കേന്ദ്രത്തിൽ നിന്നും അതിൻ്റെ സർക്കംഫറൻസിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഡാറ്റയ്ക്ക് അനുസരിച്ച് സെക്ടേഴ്സ് വരച്ചിട്ടാണ് പൈ ഡയഗ്രാംസ് ഉപയോഗിക്കുന്നത്. ഇതോടെ ഈ ടോപ്പിക് കഴിഞ്ഞു.